വെൽക്കം ബാക്ക് ഗായ്സ്. റഷാദ് രാവിലെ തന്നെ ഓരോ പണി തുടങ്ങി. ഇപ്പോൾ ഉള്ളത് ഉപ്സീനാണ്. പോകുന്നത് കെയ്ലോങ്ങിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ ലക്ഷ്യം സ്പിറ്റി വാലി ആണ്. അപ്പോൾ അത് നാളത്തേക്ക് മാത്രത്തുള്ളൂ. ലേന്ന് 50 കിലോമീറ്റേഴ്സ് ബാക്ക്. അപ്പോൾ രാവിലെ 4:30 നമ്മൾ യാത്ര തുടങ്ങുന്നത്. ദിസ് ഈസ് ദ പ്ലേസ് ഉപ്ഷി എന്നാണ് കേട്ടോ. ഉപ്ഷി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭംഗി കണ്ടിട്ട് ഒരിക്കലും വീഴരുത്. ഇവരെ വൻ അഗ്രസീവാണ്. രാത്രി ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ. ഒറ്റയ്ക്ക് നടക്കുന്നൊക്കെ വൻ ഡേഞ്ചറാണ്. തങ്ലങ്ല പാസ് നമ്മളെത്തി. ഇന്നത്തെ യാത്രയിലെ ടോപ്പ് മോസ്റ്റ് പോയിൻ്റാണ് തങ്ലങ്ല. ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വരുന്നത് 17582 ഫീറ്റാണ്. Beautiful place. അങ്ങ് ദൂരെ നോക്കിയേ, ആ മലകളുടെ മുകളിൽ, ഗ്ലേഷ്യറുള്ള മലകളുടെ മുകളിൽ മാത്രമാണ് ക്ലൗഡ്സ് ഇട്ടത്. വേറെ എവിടെയില്ല. ബാക്കിയൊക്കെ നോക്ക് ക്ലിയറാണ്. അവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൂ. ബട്ട് ബാക്കി കംപ്ലീറ്റ് ഉള്ളത് അവിടെയാണ്. വരലുണ്ടല്ലോ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിർത്തിയതാണ്. ഇപ്പോൾ ബാക്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടി ഇറങ്ങി കേട്ടോ. ഇതാണ് ബാക്കിലത്തെ സിറ്റുവേഷൻ. ഇതിവരുടെ വീടാണ്. ഇതൊക്കെയാണ് ഇവരുടെ വീട്. ഇതും അതേപോലെ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ കടക്കാരൊക്കെ താമസിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പാങ്ങാണ്. പാങ്ങിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 15280 ഫീറ്റാണ്. സർച്ചു ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അത് അറൗണ്ട് 80 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആ ഒരു പാലം കടന്നിട്ടാണ് നമ്മൾ സർച്ചുവിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് ഇൻഡസ് നദിയാണ്. ഈ ഇൻഡസ് നദി അധികം വൈകാതെ തന്നെ ഈ സർച്ചുക്ക് പോകുന്ന റൂട്ടിൽ തന്നെ നമ്മുടെ സാൻസ്കർ നദിയായിട്ട് കൂട്ടിമുട്ടും. ഈ നമ്മളെ വരും ദിവസങ്ങളിൽ ഒരുപാട് നദികൾ നമ്മോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. അവസാനമായിട്ട് ചേർന്നതാണ് സ്പിറ്റി നദി. പിന്നെ ഇതാണ് ഇവിടുത്തെ അത്യാവശ്യം
റൈഡർമാരൊക്കെ റെസ്റ്റ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ എന്താ പറയുക ധാബകൾ കാര്യങ്ങളൊക്കെ ഉള്ള സ്പോട്ട്. ഈ ധാബകളിൽ റൈഡർമാർക്ക് രാത്രി റെസ്റ്റ് എടുക്കാൻ ബ്രേക്ക് എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതിൻ്റെ സെറ്റപ്പ് കാരണമൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ബെഡ് ഈസ് ഓൾസോ അവൈലബിൾ ഹിയർ എന്നുണ്ട്. ഇങ്ങനെ എല്ലാ റെസ്റ്റോറൻറ്റും ഇങ്ങനെ നല്ല സെറ്റപ്പാട്ടോ ബെഡും കാര്യങ്ങളൊക്കെ. ഇനി ഇവരുടെ ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇവരുടെ താമസവും കാര്യങ്ങളൊക്കെ ഉള്ളത്.
ബാറാലച്ചാല 32 കിലോമീറ്റർ ഹിമാചലിലെത്തിട്ടോ നമ്മള്. നമ്മള് ബാറാലച്ചാല പോയിക്കൊണ്ടിരിക്കുകയാണ്. സെർച്ച് വന്ന് ബ്ലോക്ക് പൂറ ബാറാലച്ചാലേക്കുള്ള റൂട്ടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. മൊത്തം ട്രാഫിക്കാണ്. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. ഈ ടൈമിൽ ഇവിടുന്ന് കൈലോങ് മണാലി ആ റൂട്ടിലേക്ക് മാത്രമേ വണ്ടി ഉണ്ടാവുള്ളൂ. താഴോട്ട് അതായത് ലേയിലെ ഭാഗത്തേക്ക് അധികം വണ്ടികൾ കാണില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ 4 മണിയായി. റൂട്ട് വളരെ ഡേഞ്ചർ, ദുരന്തമാണ്. ഈ റൂട്ടിലധികം ബ്ലോക്ക് നിർത്തിട്ടാ. ലഡാക്ക് കഴിഞ്ഞ് ഹിമാചൽ എത്തിയപ്പോൾ കുറച്ച് അവിടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ റെഡിയായി. ഇവിടെ കോഴികളെയും കൊണ്ടുപോകുന്ന വണ്ടിയാണ്. മൊത്തം കാലിയാണ്. താഴെ ഈ ഒരു കൂട്ടിൽ കുറേ ചത്ത കോഴികളുണ്ട്. മൊത്തം ഈച്ചയാണ് ഇവിടെ. നമ്മുടെയൊക്കെ ചത്ത കോഴികളാണ്. വണ്ടി ഇവിടെയൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഡ്രൈവർമാരൊക്കെ വണ്ടീൻ്റെ അടിയിൽ മറ്റുമൊക്കെ ആയിട്ട് കിടന്നുറങ്ങുകയാണ്. കണ്ടില്ല, ആൾക്കാർ ഉറങ്ങുകയാണ്. ഓ, ഈ ബൈക്കന്മാരെ സമ്മതിക്കണം. ആ ബൈക്കിന്റെ ഒക്കെ അവസ്ഥ. അവനാ നേരത്തെ ഉണ്ടായത്. നമ്മള് ബസ്സിന് മുകളിൽ കയറിയപ്പോ വീഡിയോ എടുത്ത അവന്റെയാണ് ലാസ്റ്റിന്. ലാൻഡ് സ്ലൈഡാണ് ഈ ട്രാഫിക്കിനുള്ള കാരണം. മൊത്തം കംപ്ലീറ്റ് തകർന്നിരിക്കുക. അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ മൊത്തം തകർന്ന് മൊത്തം പൊടിയാണ്. അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അവർ റോഡ് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് വീണ്ടും അവരെന്ത് ചെയ്യും, ആ സാധനമൊക്കെ ഒന്ന് കുറച്ചുകൂടെ നീക്കും. ട്രെയിലറിലും മറ്റാക്കിയിട്ട് വീണ്ടും വിടും. ഇതാ ഈ ഭാഗത്തെ ട്രാഫിക്കാണിത്. ഇതിൻ്റെ ഇടയിൽ കുറേ എണ്ണം കുത്തിക്കയറ്റാൻ നോക്കുന്നതല്ലേ. ഓ, ട്രാഫിക്കൊക്കെ അങ്ങത്തോളം ട്രാഫിക്കാണിത്. ഭൂരിഭാഗം പട്ടാളത്തിന്റെ വണ്ടിയാണ്. ഇതിനിപ്പോ ചരക്ക് വണ്ടിയും. ട്രാഫിക് വന്നു. ഇവിടെ കുറച്ച് തണലുണ്ട്, അതൊരാശ്വാസമാണ്. ഒരു ആംബുലൻസ് വരുന്നുണ്ട് ഇതുവഴി. ഇത്ര റിസ്ക് എടുത്തിട്ടാണ് പേഷ്യൻസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇവിടുന്നാണ് ഒരുപാട് വണ്ടികളൊക്കെ ഒലിച്ചു പോകുന്നത്. ഇപ്പൊ കുറവാണിത്. ഇതൊന്നും അല്ല ഇത്. ഇതാ ഇത് കഴിഞ്ഞിട്ടില്ല, കുറേ ഉണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് ഇത്. ഏറ്റവും കൂടുതൽ അപകടം ബൈക്കുകാർക്കാണ്.
സമ്മറിന്റെ തുടക്കമാണ് ഇതിന്റെ ശരിക്കുള്ള അപകടം. ആ ഒരു സ്റ്റേജ് വരുന്നുണ്ട്. അതിന് പണി കിട്ടിയിരിക്കും ഇവിടെ. ഒരുത്തിന് പണി കിട്ടിയപ്പോഴാണ് എല്ലാവരും കൂടി ഈ വീഡിയോ എടുക്കാൻ നിൽക്കുക. ആ കൂട്ടത്തിൽ ഞാനും. ഓ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളു, കുറച്ചുകൂടെ. ആ ബൈക്കിന്റെ ടയറിന്റെ പകുതിയും വെള്ളത്തിൽ. അപ്പോഴെന്നെ അറിയാലോ എത്ര ഡെപ്ത് ഉണ്ടാവും. അവിടെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാ പണി കിട്ടിയത്. ആ പറ്റില്ല. ആ പോയി. റോഡെത്തി ഫൈനലി റോഡ്. अड़े भैया और है ऐसा और है और नहीं है. ആയില്ല. ऊपर MRF ടയറാണ്. ആ അടിച്ചു പൊട്ടിക്കുന്ന ഏറ്റവും നല്ലത്. ഏകദേശം വലിയ ടയറാണ്, സോറി കല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോയിക്കോ. നമ്മുടെ ബാരലച്ചാല പാസ് കഴിഞ്ഞു. വണ്ടീൻ്റെ അവസ്ഥ നോക്കിയാട്ടെ. ഇവിടെ പ്രശ്നം വെച്ചാൽ ഓരോ 2 വർഷം കൂടുമ്പോഴും റോഡ് തകർന്നു പോകും. അതാണ് ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ബാക്ക് കുറച്ചും കൂടി ആ പുറത്തേക്ക് വന്ന് കുറച്ചുകൂടെ ബാക്കോട്ട്. पीछे करना पड़ेगा भैया. बैकवर्ड अभी ऐसे करो. मुन्नोट
2 വർഷം മുന്നേ ഞാൻ ഇവിടെ വരുമ്പോൾ ഇതാ അവിടുന്ന് താഴോട്ടൊരു റൂട്ടായിരുന്നു, ഇവിടെ പാലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് പാല പണി നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പോലീസ് പോസ്റ്റ് ചെയ്തൊന്നുമല്ല. പിന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഏരിയ കംപ്ലീറ്റ് ഫുള്ളി ഡെവലപ്ഡ്. സിംഗിൾ മറ്റെന്താ പറയുക ട്രാക്ക്, ഡബിൾ ട്രാക്ക്. ഈ ഭാഗത്ത് ട്രാവലിംഗ് ഒക്കെ ഇങ്ങനെ റൂട്ട് ബസ്സൊക്കെ പോലെ തന്നെ, വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഫൈനലി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മളിന്ന് താമസിക്കുന്നത് ഈ ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലാട്ടോ. അടിപൊളി പ്രോപ്പർട്ടിയാണ്. ചുറ്റും മലകളാണ്. ഇരുട്ടാണ്, കാണാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. അങ്ങ് ദൂരെ ചന്ദ്രനാണ് നിങ്ങൾ കാണുന്നത്. നമ്മളുടെ അപ്പം കാണുന്നത് ചന്ദ്രനാണ്. പിന്നെ മൊത്തം നക്ഷത്രങ്ങളാണ്, മൊത്തം സ്റ്റാർസാണ് ആകാശത്ത്. നക്ഷത്രങ്ങളാണ് മൊത്തം ഉള്ളത്. മാക്സിമം ഞാൻ ഈ ക്യാമറ പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.